ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേറൊരു കാര്യമായിട്ടാണ്. നമ്മളുടെ വീട്ടിലൊക്കെ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഷ് ടാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കടകളിലൊക്കെ പോകുമ്പോൾ അതിന് ഭയങ്കര വിലയുണ്ട്. ഒരു 10,000-2000 രൂപയുടെ അടുത്ത് നമ്മളൊരു വീട്ടിൽ ഒരു ഫിഷ് ടാങ്ക് നല്ലത് വെക്കണമെങ്കിൽ വരുന്നുണ്ട്. നമ്മളൊന്ന് ഉണ്ടാക്കിക്കാൻ വിചാരിച്ചാലോ ഭയങ്കര ചിലവാണ്. അപ്പോൾ അതിന് അങ്ങനെ ചിന്തിച്ചപ്പോൾ ആദ്യം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടബ് അതിലാണ് മീനിനെ വളർത്തിയിരുന്നത്. പിന്നെ അത് മീന് ചൂടും ഇത് കാരണം കൊണ്ട് ചാവല തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പഴയ ഒരു ടബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ എങ്ങനെയാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയതെന്ന് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫിഷ് ടാങ്ക്. മീനുകളൊക്കെ ഉണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പായിരുന്നു. ഞങ്ങളൊരു സിൽവർ കളറ് പെയിൻ്റൊക്കെ അടിച്ചതാണ്. അപ്പം മീനുകളുടെ വീടാണിത്. അതിൻ്റെ ഉള്ളിലാണ് പോയിട്ട് ഒളിച്ചിരിക്കുക. പിന്നെ ഇത് ഒരു പായൽ കണ്ടോ, മീനുകൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോവുക ചെയ്യും. പിന്നെ ഇത് സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സിമെൻ്റ് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ 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 ഉരുട്ടിയിട്ട് ഒട്ടിച്ചതാണ്. ഒട്ടിക്കുക പറഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ല, ഈ സിമെൻ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവന്നതാണ്. ചുറ്റോറും അങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെയാക്കി. പിന്നെ അതിന് പെയിൻ്റ് അടിച്ചു. ഈ സംഭവം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമെൻ്റ് എങ്ങനെയാ വെച്ചാൽ 2 കപ്പിന് 1 കപ്പ് സിമെൻറ്റ്, 2 കപ്പ് മണലിന് 1 കപ്പ് സിമെൻറ്റ്, അങ്ങനെയാണ് എടുത്തത്. എന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കാൻ പാകത്തിനാക്കിയിട്ട്, എനിക്കിതിൻ്റെ അളവൊന്നും കറക്റ്റ് അറിയില്ല, ഞാൻ എൻ്റേതായൊരു രീതിയിൽ ഉണ്ടാക്കി. എന്നിട്ട് അതിങ്ങനെ ഇതിങ്ങനെ കമത്തിയിട്ടിട്ട് ഒട്ടിച്ചതാണത്. ഒട്ടിക്കുക പറഞ്ഞാൽ പശയല്ല കേട്ടോ, ഈ സിമെൻറ്റിൽ തന്നെ ഒട്ടണതാണത്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ച് വരുമ്പോൾ അതങ്ങനെ ഒട്ടിയിരിക്കും. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ ബ്ലൂ പെയിൻറ്റും പുറത്ത് സിൽവർ കളർ പെയിൻറ്റും അടിച്ചു. അങ്ങനെ ഫിഷ് ടാങ്കായി. ഇപ്പോൾ കുറേശ്ശെ ഇതിലൊക്കെ ചളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു ടാങ്കാണ്. ഇത് വെറും പ്ലാസ്റ്റിക്കാണ്. പക്ഷെ ഞങ്ങളതിൽ പുറത്ത് സിൽവർ കളറും ഉള്ളിൽ ബ്ലൂ പെയിൻറ്റും അടിച്ചു. ഉള്ളിൽ പെബിൾസൊക്കെ ഇട്ടുണ്ട്. ഇതിൽ ഗപ്പികൾ മാത്രമേ ഉള്ളൂ. ഇതിൽ പക്ഷേ കണ്ടോ, വൈറ്റ് ഗ്രീൻ ഫിഷൊക്കെ ഉണ്ട്, ഗ്രീൻ യെല്ലോ ഒക്കെ ഉണ്ട്. കുറേ എണ്ണം ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ചത്തുപോയി. സക്കറൊക്കെ ഇന്ന് ചത്ത്. ഇവർക്ക് ഡെയിലി വെള്ളം മാറ്റണം, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇനി ഇതിൽ പെയിൻ്റ് അടിക്കണ ഇതൊക്കെ ഞാൻ കാട്ടിത്തരാം. നമ്മളെങ്ങനെ പെയിൻ്റ് അടിച്ചു എന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ കാട്ടിത്തരാം. ഈ ഒരു ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ട് എനിക്ക് ആകെ ചിലവായിട്ടുള്ളത് ഈ പെയിൻറ്റിൻ്റെ പൈസ മാത്രമാണ്. ഈ പെയിൻറ്റിന് ഒരു ബോട്ടിലിന് 150 രൂപയാണ്. അത് ബ്ലൂവും സിൽവറും മാത്രമാണ് വാങ്ങിയിട്ടുള്ളൂ. അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് കൈയൊക്കെ അങ്ങനെ കടയും. ഞാനും മക്കളും മാറി അടിച്ചിട്ടാണ് ഇത് ഫുള്ളാക്കിയത്. എന്നിട്ട് കൈ നമുക്ക് അത്രയ്ക്കും ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ കടച്ചിൽ വരും. പക്ഷെ എന്നാലും നല്ലൊരു രസമാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾ പണിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇത് നല്ല ഭംഗിയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, അത് മാത്രം. പിന്നെ സിമെൻറ്റും മണലൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു പണി നടന്നിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അത്ര തോനെയൊന്നും ആവശ്യം വന്നിട്ടില്ല. 4 കപ്പ് സിമെൻറ്റും 8 കപ്പ് ഇതും മണലാണ്, അതും പാറപ്പൊടി, അതാണ് ഇതിന് ചിലവ് വന്നിട്ടുള്ളൂ. അങ്ങനെ ഫിഷ് ടാങ്ക് പെയിൻ്റൊക്കെ അടിച്ച് ഈ ലെവലായി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം നിറച്ച് മീനിന് വേണം. മീനിനൊക്കെ ഞങ്ങൾ അതിലേക്ക് പതുക്കെ നമ്മളിട്ട് ഫുഡൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കണ്ടോ, അവർ ഹാപ്പിയായി. അടിപൊളിയായിട്ടില്ലേ ഫിഷ് ടാങ്ക്?
അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. കണ്ടോ ജൂഹി അതാ മീനിനപ്പം പിടിക്കും. ജൂഹി അതാ മീനിനെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.